പലതും കൈപ്പറ്റിയിട്ടുണ്ടാവും. എങ്കിലും കാളിയമ്മ കേട്ടോ, ഓർമ്മയുണ്ടല്ലോ, ധാരണ ഉണ്ടല്ലോ അല്ലേ? അല്പം മതി എന്ന് നനച്ച് എൻ്റെ തിരുമുറ്റത്തിറങ്ങിയാൽ ആടിപ്പാടിയിട്ടേ പോയിട്ടുള്ളൂ എൻ്റെ കടക്കാർ കേട്ടോ. അതേ വികാരത്തിൽ തന്നെ എൻ്റെ പൈതലും കേട്ടോ. ആയത് വികാരത്തിൽ അണയമ്മയ്ക്ക് സന്തോഷം കേട്ടോ. ഞാനൊന്ന് കേൾവിപ്പെടട്ടെ എൻ്റെ മേളം, എന്നിട്ട് എൻ്റെ മേളക്കാരിറങ്ങിക്കും കേട്ടോ. എനിക്ക് ഞാൻ എൻ്റെ തിരുമുടി ഇറക്കും മുമ്പായിട്ട്, എൻ്റെ പൈതങ്ങളോട് ഞാൻ എണ്ണിക്കൽപ്പിക്കും മുമ്പായിട്ട് എനിക്കെൻ്റെ മേളം മുഴങ്ങിക്കേൾക്കട്ടെ എൻ്റെ തിരുനടയിൽ. ത്തോടും
എന്റെ വള്ളിവാടോടും കൂടി ഇവള് പള്ളിയറയില്, ഇവളെ മണ്ഡപത്തുമാരത്ത്, ഇവളെ വരെ അരിക്കൽ മണ്ണില് ഞാൻ ഉണ്ടായിക്കോളും കേട്ടോ. 10-16 എൻ്റെ പൈതങ്ങൾക്ക്, എൻ്റെ പൈതങ്ങളെ നാലാമിടത്ത്, എൻ്റെ പൈതങ്ങളെ പെണ്ണുമ്പിള്ളാർക്ക്, സന്താനങ്ങൾക്ക് അവിടെ നിറപ്പ കിട്ടാറുന്ന ജീവിതവും, എൻ്റെ പൈതങ്ങൾക്ക് വിദ്യയും, എൻ്റെ പൈതങ്ങൾക്ക് കർമ്മങ്ങളും എല്ലാം ഒപ്പിച്ചു കൊടുത്ത് ഞാൻ എൻ്റെ പള്ളിയറയിൽ ഞാൻ സന്തോഷവതിയായിട്ട് എൻ്റെ ചങ്ങാഴ്ചയോടൊപ്പം ഞാൻ എൻ്റെ സ്ഥാനത്തുണ്ടായിക്കോളും അല്ലേ. അവിടെ എൻ്റെ പൈതങ്ങളെ ദൈവം ധാരണയായിട്ട് വെച്ചോളാ. ഞാനൊന്നൊരു ഭാവത്തോടു കൂടിയല്ല അല്ലേ, എൻ്റെ കളിയമ്മയ്ക്ക് അല്ലേ, എൻ്റെ ചങ്ങാഴ്ചക്ക് എന്നൊരു ഉപകാരത്തിലായിട്ട് എൻ്റെ സ്ഥാനത്ത് നിറകൊണ്ടാടി വില ചെയ്ത് പൂർത്തീകരിച്ച് എൻ്റെ ലോകർക്ക് അയ്യേ എന്ന് ചൊല്ലാത്ത രീതിയിലായിട്ട് കാര്യങ്ങളും കർമ്മങ്ങളും നിറവേറ്റി അതായിട്ട് സന്തോഷപ്പെടുത്തി തരിക കേട്ടോ. അവിടെ ആ ഒരു സന്തോഷം എനിക്ക് കിട്ടിയാൽ ആ സന്തോഷം പകർത്തരത്തിൻ്റെ സ്ഥാനക്കാർക്ക് എല്ലാവർക്കും കേട്ടോ അതായിട്ട് പ്രാപ്തി വരുത്തി ഞാൻ അവതാക്കി തന്നോളും അല്ലേ. എൻ്റെ കേട്ടോ കർമ്മങ്ങൾ ഒപ്പിച്ച് വേണ്ട ഉപകാരം സന്തോഷപ്പെടുത്തിക്കൂടാ കേട്ടോ. ഒരു കൂട്ടർക്കും ഒരു കുറ്റമില്ല ഈ ആണ്ടിൽ കേട്ടോ കേട്ടോ കേട്ടോ. എൻ്റെ സ്ഥാനത്ത് ഒരു കൂട്ടർക്കും ഒരു കുറ്റവും ഒരു പരാതിയുമില്ല കേട്ടോ. അതേ പ്രകാരത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ആണ്ടിലെ മംഗല്യം കേട്ടോ. അതുപോലെ